ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിയാൽ ബീച്ചാണ് ഗൈസ്. ഉണ്ണിയാൽ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ നല്ല അടിപൊളി വൈബൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. അതിന് ശേഷം എന്നല്ല, അങ്ങനെ ആ വഴി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ എൻ്റെ താത്തേൻ്റെ കാക്ക എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നല്ല മഴക്കാലത്തായിരുന്നു ഞാൻ പോയിരുന്നത്. ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം അവിടെ പോയതിന് ശേഷം കുറച്ച് ചായയൊക്കെ കുടിച്ച് നല്ല പറിച്ച് കുറച്ചൊക്കെ എൻജോയ് ചെയ്ത് കടലൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് സൈഡിലേക്ക് ഞാൻ വന്നത്. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല കാറ്റും നല്ല മഴയും എല്ലാം കൂടെ ആയിട്ട് നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചെന്ന് പറഞ്ഞില്ല. പിന്നെ നല്ല ഉപ്പിലോട്ട് കടയൊക്കെ ഉണ്ടായിരുന്നു. ഈ കാക്കൻ്റെ കട അവിടെ ഉണ്ടായിരുന്നു. നല്ല ഉപ്പിലോട്ടൊക്കെ ഞാൻ കഴിച്ചു ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ വന്നിട്ടാണ് പിന്നെ ഞാൻ അവിടെ കുറച്ച് വീഡിയോസ് എടുത്ത് അവിടെ ഹായ് എന്നൊക്കെ തരുന്നുണ്ട് ഗൈസ്. പിന്നെ നല്ല വൈബ്, നല്ല കാറ്റ്. ഞങ്ങൾ പോയ ആ ഒരു സമയത്ത് അടിപൊളി നല്ല മഴയൊക്കെ പെയ്തു. ഞാൻ എന്നിട്ട് നമ്മളെ ചിറാപ്പൂഞ്ചി ആ ഒരു റീലൊക്കെ ട്രെൻഡിങ് ആയിരുന്നില്ല, ആ ഒരു സമയത്തായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് ഗൈസ്. മടി പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. നല്ല അടിപൊളി മഴ വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പുതിയതായിട്ട് കാണുന്നവർക്ക് ഭയങ്കര എന്തൊക്കെയോ ആയിരിക്കും. അടിപൊളി മഴ വരുന്ന അവസാനം ഞാൻ അവിടെ നിന്ന് മഴയത്തൊക്കെ കുളിച്ച്, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കുളിച്ചിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല പുഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പുഴ എന്നാണ് പുഴനായിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്ന് നല്ല മഴ പെയ്തു. പിന്നെ ഞാൻ മാത്രമല്ല, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ചിറാപ്പുഞ്ചി ആ ഒരു സോങ് ഉണ്ടല്ലോ, ആ ഒരു സോങ് ഞങ്ങൾ എന്താ പറയുക റീൽസൊക്കെ എടുത്തിരുന്നു. അതിന് ശേഷം എടുക്കുമ്പോൾ ഫൈസലാക്കാൻ്റെ ഫോണൊക്കെ താഴൊക്കെ വീണ് അത് അടിപൊളി രസമുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിക്കുകയായിരുന്നു. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. ആ ഒരു ദിവസം അടിച്ച് പൊളിച്ചു ഗൈസ്. ആ ഒരു ഇത് ഞാൻ മറക്കില്ല ഗൈസ്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ കുറേ മഴയത്ത് നമുക്ക് ഇങ്ങനെ കടലിൽ കളിക്കാമെന്നുള്ളത് തന്നെ ഭയങ്കര രസമായിട്ട് വരാം. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടം. അപ്പോൾ കടലിൽ മഴ എന്തെങ്കിലും കടലിൽ കളിക്കുന്നത് പറയും ഇജി അവിടെ ഉള്ള ആളല്ലേ നമുക്ക് ആണ്. പക്ഷേ ഞാൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടും ഞാൻ കടലിലൊന്നും അധികം കളിക്കാറില്ല. ചെറുതാകുമ്പോൾ ഇങ്ങനെ കളിക്കണമല്ലാതെ ഈ പ്രായത്തിലൊന്നും ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഈ പ്രായത്തിനല്ലേ ഞാൻ കളിക്കാറുണ്ട്. എന്നാലും എത്ര കളിച്ചാലും മതിയാവില്ല ഗൈസ്. അങ്ങനെ കടലിലും മഴയത്തൊക്കെ കളിച്ച് റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുഴ എന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് വന്ന് ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് വന്നു. നല്ല അടിപൊളി മഴ പെയ്തപ്പോൾ പിന്നെ പറയേ വേണ്ട. നല്ല അടിപൊളി ചായയും ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ചിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈമിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നല്ല ഉപ്പിലിട്ടതും ചായയൊക്കെ കുടിക്കുമ്പോൾ പ്രത്യേക രസമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കടലിലും മഴയത്തൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവളവിടെ കിടന്ന് ഓടുന്നുണ്ട് ഗൈസ്, വണ്ടീൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഗൈസ്. വീഡിയോ ഞാനെല്ലാം എടുക്കുന്നത് അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക, അതായത് ഞാൻ പറയാനുള്ള വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുറേ റീൽസൊക്കെ എടുത്തിരുന്നു. എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഹാഫിന സെയിം ഐഡിയ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യാം. ഓക്കെ ഗൈസ്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ താത്തേനെ അറിയാത്തവർക്ക് പറഞ്ഞ് തരാവുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് ഇതിൻ്റെ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കാണും കുറേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നല്ല രസമാണ് ആ ഒരു കളറൊക്കെ കാണാൻ. ആ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ പുഴയിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല വൈബുണ്ട്, നല്ല രസമില്ലേ.
അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് നമ്മളെ ഉന്നൽ ബീച്ചൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളി വൈബാണ്. എല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. അതിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും പറയാം, ഞാൻ നല്ല മഴ പെയ്യണ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ആ ഒന്ന് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഗൈസ് ഞാൻ കുറേ എൻ്റെ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കാണും ഗൈസ്. പിന്നെ ഫൈസലൊക്കെ കുറച്ച് അവിടുന്ന് ഒരു കുറച്ചല്ല ഒരു മീനെ കിട്ടി. ആ മീൻ അത് ആദ്യം തന്നെ ഇട്ടു. ആദ്യം അതിനൊരു സൂക്കടുള്ള പോലെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നത്, എല്ലാവരും കൂടി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഗൈസ്. പിന്നെ അതിന് ശേഷം ഞാൻ മഴ പെയ്താൽ കടലിൽ ഇങ്ങോട്ട് കയറുമല്ലോ, അതുകൊണ്ടായിരിക്കും അവർ എന്താ പറയുക തോണിയെന്നാണ് ഞാൻ പറയുക, തോണികൾക്ക് അവരിങ്ങോട്ട് കയറ്റിയിടണം ഗൈസ്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർ ആദ്യം പറയുമ്പോൾ ഉള്ളൊരു പാട്ടും നല്ല വൈബായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.